തെന്നിന്ത്യയിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള താരങ്ങളാണ് വിജയും തൃഷയും. ഇരുവരുടെയും സൗഹൃദത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള ഗോസിപ്പുകളാണ് സിനിമാ ലോകത്തുള്ളത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം നടന്നത്. ഇതിന് പിന്നാലെ തന്നെ തൃഷ രാഷ്ട്രീയത്തിലേക്കെന്ന സൂചനയും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ്. ചൈനയിലും ജപ്പാനിലും വരെ ആരാധകരുള്ള നടനാണ് വിജയ്. സിദ്ദിഖ് സംവിധാനം ചെയ്ത കാവാലൻ എന്ന ചിത്രം ചൈനയിൽ മൊഴിമാറ്റം ചെയ്തത് വലിയ വിജയം നേടിയതും വാർത്തയായിരുന്നു. വിജയുടെ പിതാവ് മകന് അവസരത്തിനായി സംവിധായകൻ ഫാസിലിന്റെ മദ്രാസിൽ വീട്ടിലെത്തിയത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അനീതിപ്രാവ് എന്ന ഫാസിൽ ചിത്രം മലയാളത്തിൽ സൂപ്പർ ഹിറ്റായിരുന്നു. അത് തമിഴിൽ ഫാസിൽ ചെയ്തപ്പോൾ വിജയായിരുന്നു നായകൻ. അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഉയർത്തിയ ചിത്രമായിരുന്നു അത്. പിന്നീട് വിജയ് അഭിനയിച്ച എല്ലാ സിനിമകളും വിജയമായിരുന്നു. തൃഷയും വിജയും പ്രധാന വേഷങ്ങളിലെത്തിയ ഗില്ലി എന്ന ചിത്രം രജനീകാന്തിന്റെ ചിത്രങ്ങളേക്കാൾ റെക്കോർഡ് കളക്ഷനാണ് നേടിയത്. തൃഷ വിജയ് ചിത്രങ്ങൾ പ്രശസ്തിയോടൊപ്പം പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. ഇവർ രണ്ടുപേരെയും കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ തമിഴ്നാട്ടിലുണ്ടായി. ഇതിനിടയിൽ വിജയും പിതാവുമായും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. അത് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ചൊല്ലിയായിരുന്നു. അത് വിവാദമാവുകയും കോടതിയിലെത്തുകയും ചെയ്തു. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് തങ്ങളെ മുന്നിൽ നിന്ന് നയിക്കണമെന്നും ആരാധകർ ആഗ്രഹിച്ചു. അന്ന് ആരാധകരുടെ ആവശ്യം വിജയ് സ്നേഹപൂർവ്വം നിരസിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞതോടെ വിജയുടെ മനസ്സ് മാറി. വിജയ് വളരെ ശ്രദ്ധയോടെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള ഓരോ ചുവടും വെച്ചത്. ആദ്യം ഫാൻസ് അസോസിയേഷനുകളെ വെച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു. അങ്ങനെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്ന പ്രഖ്യാപനം നടത്തി. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം മറ്റ് രാഷ്ട്രീയ കക്ഷികളെ അസ്വസ്ഥരാക്കി. വിജയുടെ പ്രതിച്ഛായ തകർക്കാൻ പല കഥകളുണ്ടാക്കി. തൃഷയുമായുള്ള വിജയുടെ ബന്ധം കാരണമാണ് ഭാര്യ പിണങ്ങിപ്പോയതെന്ന് ചിലർ പ്രചരിപ്പിച്ചു. ഭാര്യയുടെ പേര് വെച്ച് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ ഉണ്ടാക്കി. തൃഷ മദ്യപിച്ച് രാത്രി വിജയുടെ വീടിന് മുൻപിൽ വന്ന് നൃത്തം ചെയ്തെന്നും തൃഷയെ വിജയ് തോഴിയാക്കിയുമെന്നും പ്രചരിച്ചു. കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പങ്കെടുക്കാനായി വിജയും തൃശയും സ്വകാര്യ ജെറ്റിൽ വന്നിറങ്ങിയത് എതിർകക്ഷികൾ ആയുധമാക്കി. തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം നടന്ന സ്ഥലം സന്ദർശിക്കാതെ വിജയ് വിവാഹത്തിന് പോയത് വിവാദമായി. ആലപ്പി അഷ്റഫ് പറയുന്നു.